ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുമായി ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ഗൗരിമോൾക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം നേരിടുകയും മോള് അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട ഗോകുലും അർച്ചനയും വല്ലാതെ ടെൻഷൻ അടിച്ചു. വേഗം ഗൗരിമോളെ ആ ബെഡിലേക്ക് കിടത്തി ഉടൻ തന്നെ ആ ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് ഗൂഗിൾ ഗൗരിമോളുടെ മുഖത്ത് കളിച്ചു. മോളെ എന്ന് വിളിച്ചതും പതിയെ കണ്ണു തുറന്ന് ഗൗരിമോൾ നോക്കി. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് തന്നെ മടിയിലേക്ക് മോളെ കിടത്തി അർച്ചന അന്വേഷിച്ചപ്പോൾ ഗൗരിമോള് പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതെ ആയിപ്പോയമേ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ഗൂഗിൾ ടെൻഷനിലായി. മോള് കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് വേഗം ഗൗരിമോൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ വെള്ളം വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ആകെ വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗൂഗിൾ. ഈ സമയത്ത് കമലമ്മ രാവിലെ തന്നെ എവിടേക്കോ പോകാനായി റെഡിയായി നിൽക്കുന്നു. അവിടുത്തെ മാഷിന്റെയും സേതുമാധവന്റെയും ഫോട്ടോയ്ക്ക് മുന്നിലെത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും കമലമ്മയുടെ മുന്നിലേക്ക് സ്നേഹയും അനഘയും കൂടി വന്നു നിന്നു. അല്ല, അമ്മ ഇപ്പൊ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചു. എനിക്കെന്നെ ഒരു കൂട്ടുകാരിയെ കാണണം, ഞാൻ ഒന്ന് പുറത്തു പോവാ എന്നതായിരുന്നു കമലമ്മയുടെ മറുപടി. അത് ഏത് കൂട്ടുകാരിയെ അമ്മ കാണാൻ പോകുന്നത്? ഞങ്ങളറിയാത്ത കൂട്ടുകാരും ഇല്ലല്ലോ അമ്മയ്ക്ക് എന്നിങ്ങനെ പറയുകയും ഞങ്ങൾ ആരെങ്കിലും അമ്മയുടെ കൂടെ വരാമെന്നും അവർ നിർബന്ധിച്ചു. അതൊന്നും വേണ്ട, നിങ്ങളറിയാത്ത എത്രയും കൂട്ടുകാരെ എനിക്കുള്ളത്, അതെ ഞാൻ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കമലമ്മ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങി. കമലമ്മ പോയി കഴിയുമ്പോഴേക്കും സംശയത്തോടെ ഇതാരുടെ അരികിലേക്കായി പോയിട്ടുണ്ടാവുക എന്ന് അനഘയും സ്നേഹയും സംശയപ്പെട്ടു നിന്നു. അതിനുശേഷം സച്ചി തന്റെ മനസ്സിലെ ആശങ്കകൾ പറയാനായി ആരതി വക്കീലിന്റെ മുന്നിലേക്ക് എത്തി. ആരതിയോട് സച്ചി പറഞ്ഞു, വക്കീലെ, ഗൗരിമോളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഗൗരിമോളോട് ഗോകുൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സച്ചി പരാതിപ്പെടുമ്പോ ഇത് കേട്ട് എന്ന ആരതി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഗൗരിമോളെ കുറ്റം പറയില്ല. ഗൗരിമോള് ചെയ്തതാണ് ശരിയായ കാര്യം. മാത്രമല്ല, ഗോകുൽ സാറിനെയും ഒരിക്കലും കുറ്റം പറയാനാവില്ല. 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് വരേണ്ട കുട്ടിയും അമ്മ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ ചെല്ലുമ്പോൾ അവിടെ കുട്ടിയില്ല, കുട്ടി മറ്റൊരാളോടൊപ്പം പോയി എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുന്നത്? ഏതൊരു അച്ഛനാണ് അത് ഉൾക്കൊള്ളാനാവുക എന്നതായിരുന്നു ആരതിയുടെ ചോദ്യം. അത് കേട്ട സച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ മോളെയാണ് വിളിച്ചുകൊണ്ട് പോയത്. എൻ്റെ മോളെ ഞാൻ എൻ്റെ അമ്മയെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അതിലെന്താ തെറ്റുള്ളത്? എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണുന്നതിലും അവന്റെ മുത്തശ്ശിയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിലും എന്ത് തെറ്റാ ഉള്ളത്? അല്ല, അതിന് എൻ്റെ മോളെ ചോദ്യം ചെയ്യാനും മോളുടെ താക്കീത് ചെയ്യാനും മോളോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും ഒക്കെ അയാൾ ആരാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന സച്ചിയോട് ആരതി പറഞ്ഞു, എൻ്റെ സച്ചി, ഇങ്ങനെ വെറുതെ ബ്ലണ്ടർ പറയരുത്. ഇവിടെ ഇപ്പോ സച്ചി പറയുന്നതിലാണ് സത്യമെങ്കിലും ബയോളജിക്കലി സച്ചിയാണ് ഗൗരി മോളുടെ അച്ഛൻ. ശരി, സമ്മതിച്ചു. എന്നാൽ ഇവിടെ നിയമപരമായും ഇവിടെ നാട്ടുകാരുടെയും സമൂഹത്തിന്റെയും മുന്നിലൊക്കെ ഗൗരി മോളുടെ അച്ഛൻ ഗോകുൽ സാറാണ്. അതുകൊണ്ട് തന്നെ ഗോകുൽ സാറ് ഇപ്പോ 10 വർഷമായി ഗോകുൽ സാറാണ് ആ കുട്ടിയുടെ അച്ഛനും. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയെ വേഗം സച്ചി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സച്ചി ചെയ്തത് തെറ്റായി തന്നെയാണ്. സമൂഹത്തിന്റെ നിയമത്തിന്റെ മുന്നിൽ അതിന് വിലയുണ്ടാവുക, അങ്ങനെയാണ് വരിക എന്ന് ആരതി അറിയിച്ചപ്പോൾ ഇത് കേട്ട സച്ചി പറഞ്ഞു, വക്കീലെ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിരിക്കട്ടെ, വക്കീലിന്റെ ഞാൻ തന്ന ആ കേസ് ഫയൽ ചെയ്തോ എന്ന് ചോദിച്ചിട്ടും ഇല്ല ഇല്ല സച്ചി, അത് 1-2 ദിവസം കഴിയുമ്പോൾ മറ്റന്നാള് അത് ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആരതി അറിയിച്ചു. പിന്നെ എനിക്കൊരു കാര്യം സച്ചിയോട് ചോദിക്കാനുണ്ട്. വീണ്ടും എന്റെ മനസ്സ് മാറി എന്നതല്ല, എങ്കിലും ഇപ്പോ ഇടിപിടിന് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ടോ? കുറച്ച് സമയം കൂടി ഗോകുൽ സാറിന് കൊടുത്തൂടെ എന്നതായിരുന്നു ആരതിയുടെ ചോദ്യം. ഉടനെ സച്ചി ചോദിച്ചു, അത് ശരി, അപ്പോ വീണ്ടും ഗുരുശിഷ്യ ബന്ധം, ആ സ്നേഹം മനസ്സിൽ ഉടലെടുത്തു അല്ലെ? എന്നാ ഇനി അങ്ങനെ വേണ്ട. എന്തായാലും വക്കീൽ ഇനി ആ കേസ് ഫയൽ ചെയ്യേണ്ടതില്ല. ഞാനേ വേറെ വക്കീലിനെ വെച്ച് ഈ കേസ് വാദിച്ചോളാം. അത് ശരിയാവൂ എന്ന് പറഞ്ഞതും, അയ്യോ സച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക എന്ന് ആരതി പറഞ്ഞിട്ടും സച്ചി അത് കേൾക്കാൻ നിന്നില്ല. വേണ്ട വക്കീലെ, ഇനി വക്കീൽ ഈ കേസുമായി മുന്നോട്ട് പോയാലും അത് ശരിയാവില്ല. ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. വക്കീല് ആ കേസ് ഫയൽ ചെയ്യണ്ട. എന്നെ കൊണ്ട് അന്ന് ധൃതി പിടിപ്പിച്ച് ഇങ്ങനെ ഒരു കേസിൽ വക്കാലത്ത് ഒപ്പിടിപ്പിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി കലുതുള്ളി അവിടെ നിന്നിറങ്ങി. അതിനുശേഷം കമലമ്മ നേരെ ഗോകുലിന്റെ വീട്ടിലേക്ക് വന്നെത്തുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വന്ന് നോക്കിയ ശോഭ മുന്നിൽ നിൽക്കുന്ന കമലമ്മയെ കണ്ട് അതിശയപ്പെട്ടു. ഇതിനിടയിൽ ശോഭ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ ശിശിരയെ വിളിച്ച് മേടിക്കാൻ ലിസ്റ്റ് കൊടുത്തതിൽ താൻ വിട്ടുപോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു കമലമ്മ അവിടേക്ക് എത്തിയത്. കമലമ്മയെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് ശോഭ. ഇവിടെ വേറെ ആരുമില്ലേ എന്ന് കമലമ്മ ചോദിച്ചപ്പോ, ശിശിര ഇപ്പൊ അങ്ങ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതേ ഉള്ളൂ, ഗൂഗിൾ ഓഫീസിലേക്ക് പോയി. അപ്പോഴേക്കും വളരെ പ്രതീക്ഷയോടെ കമലമ്മ ചോദിച്ചു, അപ്പോ സമൃദ്ധമോളോ എന്ന് ചോദിച്ചതും, ആ മോള് ഇവിടെയുണ്ട്. അവൾ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുക. ശിശിര ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി
സമൃദ്ധിക്കാണ് എന്ന് ശോഭ അറിയിച്ചു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ശോഭ ഉടനെ തന്നെ കിച്ചണിലേക്ക് നോക്കിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സമൃദ്ധ മോളെ, ഒരു ഗ്ലാസ് ചായ എടുക്ക് കേട്ടോ, ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ശരിയമ്മേ എന്ന് പറഞ്ഞ് അർച്ചന ചായ ഇടുമ്പോ ഇതാരാ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ഗസ്റ്റ് എന്ന സംശയമായിരുന്നു അർച്ചനയുടെ മനസ്സിലാകെ. ഉടനെ തന്നെ ചായ ഇട്ടുകൊണ്ട് അർച്ചന ഹാളിലേക്ക് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കമലമ്മ വളരെ സന്തോഷത്തോടെ തന്റെ മകളെ നോക്കി. എന്നാൽ മുന്നിൽ വന്ന് നിൽക്കുന്ന കമലമ്മയെ കണ്ട് വല്ലാത്തൊരു അന്താളിപ്പായിരുന്നു അർച്ചനയുടെ മനസ്സിലാകെ. ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ മുന്നിൽ വന്ന് നിന്നതുകൊണ്ട് വല്ലാത്ത ഞെട്ടല് അർച്ചനയിലുണ്ടായി. എന്നാൽ അത് പുറത്ത് കാണിക്കാനാവത്തില്ലാത്തത് കൊണ്ട് അർച്ചന മുഖത്തൊരു പുഞ്ചിരി വരുത്തി തീർത്ത് കമലമ്മയുടെ അരികിലേക്ക് ചെന്ന് ചായ കൊടുത്തു. അല്ല, സച്ചിയുടെ അമ്മ ഇന്നേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അങ്ങനെ ചോദിച്ചതും അതിശയത്തോടെ കമലമ്മയെ അങ്ങനെ നോക്കിക്കൊണ്ടുള്ള അർച്ചനയുടെ വാക്കുകൾ കേട്ട് കമലമ്മ ആദ്യം ഒന്ന് ഞെട്ടി. സച്ചിയേട്ടെന്ന് വിളിച്ചിട്ടുള്ള അച്ചു ഇപ്പോ സച്ചി എന്ന പേര് വിളിച്ച് സംസാരിച്ചത് കേട്ടപ്പോ കമലമ്മ വല്ലാത്ത ഞെട്ടലോടെ അർച്ചനയെ ഒന്ന് നോക്കി. ഉടനെ വേറെ വിശേഷങ്ങളൊക്കെ പറ, എന്താ വേറെ വിശേഷങ്ങളുള്ളത് എന്നൊക്കെ കമലമ്മയോട് ശോഭ അന്വേഷിച്ചു. കമലമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും കുറിച്ച്, 10 വർഷമായി കാണാതെ പോയ എൻ്റെ മോളെയും കുഞ്ഞിനെയും കുറിച്ച്, അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ എന്ന് കമലമ്മ വേദനയോടെ പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന അർച്ചനയുടെ മനസ്സ് വല്ലാതെ പെടുന്നു. എന്നാൽ നിങ്ങളോട് സംസാരിച്ചിരിക്കെ എനിക്ക് കിച്ചണിൽ കുറച്ച് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് അർച്ചന വേഗം അകത്തേക്ക് കയറിപ്പോയി. കമലമ്മ ആ ചായ കുടിക്കുന്നതിനിടയിൽ, എൻ്റെ പൊന്നുമോളെ, നിന്നെ ഒന്ന് നേരിൽ കാണാനാണ് അമ്മ വന്നത്, അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വീണ്ടും ശോഭയുടെ ഫോണിലേക്ക് ശിശിര വിളിച്ചു. ശിശിര കോള് വിളിച്ചതും മോളാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത ശോഭ ചോദിച്ചു, എന്താ ശിശിരെ, ഇനി എന്തേലും വിട്ടുപോയോ എന്ന് ചോദിച്ചപ്പം ശിശിര തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലിസ്റ്റ് കാണാനില്ല എന്നുള്ള വിവരം പറഞ്ഞു. ഓ, ലിസ്റ്റ് കാണാനില്ലേ, നിന്റെ ഒരു കാര്യം, ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞ് കമലമ്മ ശോഭ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വേഗം തന്നെ ശിശിരയ്ക്ക് അതിനുള്ള ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് പുറത്തിറങ്ങി നിന്ന്. ഈ സമയത്ത് അവിടെ ഹാളിലിരുന്ന കമലമ്മ ആലോചിച്ചു, എനിക്ക് മോളെ ഒന്ന് കാണണം, മോളോട് ഒന്ന് സംസാരിക്കണം, എന്തായാലും എല്ലാ സത്യങ്ങളും സച്ചിമോൻ മനസ്സിലാക്കിയതല്ലേ, ഇനിയെങ്കിലും മോൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് കമലമ്മ അങ്ങനെ വേദനയോടെ അർച്ചനയെ നോക്കിയിരുന്നു. അർച്ചന ആ സമയത്ത് കിച്ചണിലേക്ക് പോയതുകൊണ്ട് ശോഭയുടെ കണ്ണു വെട്ടിച്ച് കമലമ്മ ഇനി എന്ത് വന്നാലും താൻ അത് നേരിട്ടോളാമെന്ന് മനസ്സിലുറപ്പിച്ച് അർച്ചനയെ കാണുവാനായി കിച്ചണിലേക്ക് ചെന്നു. കിച്ചണിലെത്തിയ അർച്ചന അമ്മയെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആരോ അകത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയ അർച്ചന വേഗം തന്നെ കണ്ണുനീരൊപ്പിയിട്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന കമലമ്മയെ അർച്ചന കാണുന്നു. കമലമ്മ അരികിലേക്ക് ചെന്ന് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചനയെ കെട്ടിപ്പിടിക്കുകയാണ്. അർച്ചന അതിശയത്തോടെ കമലമ്മ ഗോകുലിന്റെ വീട്ടിലേക്ക് പോയ വിവരം അപ്രതീക്ഷിതമായിട്ട് ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് സച്ചി എത്തുമ്പോൾ അനഘ അക്കാര്യം അറിയിക്കുന്നു. അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഏതോ കൂട്ടുകാരിയെ കാണാൻ പോയിരിക്കുകയാണെന്നും ഞങ്ങൾ കൂടെ ചെല്ലാന്നുകൊണ്ട് അമ്മ സമ്മതിച്ചില്ലെന്നും അമ്മയുടെ ഞങ്ങൾക്കറിയാത്ത ഏത് കൂട്ടുകാരി അമ്മയ്ക്കുള്ളത് എന്നൊക്കെ അനഘ സംശയം പ്രകടിപ്പിച്ചപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലായി. അമ്മ പോയിരിക്കുന്നത് അർച്ചനയെ കാണുവാനായി ഗോകുലിന്റെ വീട്ടിലേക്കായിരിക്കുമോ, എന്നാ വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് സച്ചി വേഗം പോകാൻ തുടങ്ങുമ്പോഴേക്കും അനഘ പറഞ്ഞു, അല്ല ഏട്ടൻ ചോറുണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ, നീ ചോറൊക്കെ വിളമ്പി വെക്ക്, അപ്പോഴേക്കും ഞാനിങ്ങി വരാം, അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അമ്മ വേറെങ്ങും പോയിട്ടുണ്ടാവില്ല ഏട്ടാ എന്ന് പറഞ്ഞതും ശരി, നീ വേഗം ഭക്ഷണം വിളമ്പിക്കുമോ എന്ന് പറഞ്ഞ് സച്ചി വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് അർച്ചനയെ കണ്ട കമലമ്മ അർച്ചനയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് കമലമ്മ സങ്കടപ്പെടുമ്പോൾ അർച്ചന അമ്മ കരയില്ലേ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് അർച്ചന സമാധാനിപ്പിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് വന്ന ശോഭ അവിടേക്ക് എത്തിയതും എന്തു പറ്റി, എന്താ ഒരു കരച്ചിലും ബഹളമൊക്കെ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ മോളെ പോലെ തോന്നി, ആ കാര്യം ഓർത്ത് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാണെന്ന് അർച്ചന ശോഭയോട് കളവ് പറയുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് ശോഭയുടെ ക്രോധത്തിൽ നിന്നും സംശയത്തിൽ നിന്നും കമലമ്മയെ രക്ഷിച്ചു. പിന്നീട് അർച്ചനയുടെ അരികിലേക്കാണ് അമ്മ പോയിട്ടുണ്ടാവുക എന്നതറിഞ്ഞ് ശോഭ ഗോകുലിന്റെ വീട്ടില് ലക്ഷ്യം വെച്ച് സച്ചി അവിടേക്ക് വന്നെത്തിയത്. സച്ചി അവിടേക്ക് വരുമ്പോഴേക്കും കമലമ്മ ആകെ സങ്കടത്തോടെ ആ വീടിന്റെ പടി ഇറങ്ങി പോയി കഴിഞ്ഞിരുന്നു. കമലമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് വന്ന ഗോകുൽ കാണാനിടയായി. ഉടനെ ഗോകുൽ അകത്തേക്ക് കയറി വന്ന് ശോഭയോട് ദേഷ്യപ്പെട്ടു. ആ സച്ചിയുടെ അമ്മായിമ്മയ്ക്ക് ഈ വീട്ടിലെന്താ കാര്യം എന്ന് ചോദിച്ച് ഗോകുൽ ശബ്ദമുയർത്തുമ്പോൾ ഗോകുലിന്റെ ആ സംസാരവും പ്രവൃത്തിയും കണ്ട്
വല്ലാത്ത ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ശോഭന. അതിനുശേഷം അച്ഛനയുടെ ആ ഞെട്ടലിൽ ഗോകുൽ വല്ലാത്ത ആശങ്കയോടെ ഇനി സത്യങ്ങളൊക്കെ അയാൾക്ക് ബോധ്യമായിട്ടുണ്ടാവോ, ഇനി ഒരുപക്ഷെ അയാൾ തിരിച്ചറിയുമോ എന്നൊരാശങ്ക ഗോകുലിന്റെ മനസ്സിനെ ആ നിമിഷം അലട്ടുകയും ചെയ്തു. പിന്നീട് ഗോകുല് ഇതെല്ലാം ആശങ്കയോടെ മനസ്സിലങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു.